എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇന്ന് ഈദ് ദിവസത്തെ ചെറിയൊരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ 6:23 പെരുന്നാൾ നിസ്കാരം. അതിന് പോകുന്നതിന് മുമ്പായിട്ട് സംസവും ഈത്തപ്പഴവും കഴിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടെങ്കിലും കുറച്ച് ദൂരം നടന്നാൽ കിട്ടുന്ന ജഫാലി മോസ്കിലാണ് പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് പോവുക. അവിടെ പോകാൻ നല്ല രസമാണ്. അവിടെ ഒരു സ്പെഷ്യലാണ്, കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉള്ളിൽ സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. നല്ല സ്പീഡിലാണ് ഇവിടെ എത്തിയത്. العيد أجمل ما يكون إذا رأت عيناي من أهوى بأحسن حاله من أجلهم فرحي وآياتي لهم الحاضرون على ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതലുള്ള ഒരു പെരുന്നാൾ നിസ്കാരമായിരുന്നു ഇത്തവണത്തേത്. എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുപ്പിനുള്ള തിരക്കിലാണ്. പാർക്കിൽ എല്ലാവരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാണ്. حلو الأغاريدي يا هنأ الله قلبا أنت حامله وبارك الله في أيامك الغيدي وبارك الله في أيامك الغيدي. ഇത്തവണത്തെ ഈദ് കാർബിഡ ഈദാണ്. വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ രാവിലെ പുട്ടും ഇറച്ചിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കൊരു ഗസ്റ്റ് കൂടെ ഉണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം അസർക്ക് ശേഷം ഞങ്ങൾ ഒന്ന് പുറത്ത് പോവുകയാണ്. മാളിനകത്ത് കുറേ നടന്നപ്പോൾ വിശന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അൽബേക്കും വാങ്ങിച്ചു. നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്ത അതേ ആൽമണ്ട് ഫ്ലോർ, അതിൻ്റെ സ്കിന്നൊക്കെ കളയാത്ത അതേ സംഭവം.
നമ്മൾ മിക്സിയിലിട്ടൊന്ന് മെനക്കെട്ടാൽ ഈ വിലക്ക് ഇവിടെ ഇതാണ് വില. നമുക്ക് 30-32 നമ്മൾ ആവശ്യത്തിന് അങ്ങനെ പൊടിച്ചെടുത്താൽ മതി മിക്സിയിലിട്ടിട്ട്. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള എഗ്ഗിൻ്റെ പകരക്കാരനാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ അതിനകത്ത് പൊട്ടാറ്റോ സ്റ്റാർച്ച്, ടപ്പിയോക്ക ഫ്ലോർ, ബേക്കിംഗ് സോഡ, സ്പെലിയം മസ്ക്, പൂളപ്പൊടി, ഉരുളക്കിഴങ്ങ് പൊടിയാണ്. സാന്താങ്കമ്മിൻ്റെ വിലക്ക് നമ്മൾ ഡയറ്റിലൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കണ ഒന്നാണ് ഈ സാന്താങ്കം. അത് ഇതിനങ്ങനെ